ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയം ചെയ്തിരുന്നത്. അപ്പോൾ പുതുത്തമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് മെസ്സേജുകൾ ഞാൻ കണ്ടു. അതായത് നമ്മുടെ മുകളിൽ റേഡിയോ ഉണ്ടാവില്ല നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ, അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആ പാട്ടൊക്കെ ഓൺ ചെയ്തിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ റേഡിയോയിൽ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയറിൽ പാട്ട് വയ്ക്കുന്ന പോലെ നമുക്ക് ഈ ബസ് ഓടിക്കുമ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ഇതുപോലെ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ അത് ചെറിയ സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ജസ്റ്റ് ഇഷ്ടമുള്ള പാട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശേഷം ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ഭയങ്കര ചെറിയ കുറച്ച് സ്റ്റെപ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പാട്ട് എങ്ങനെ വയ്ക്കാന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് റേഡിയോയുടെ പിന്നെ അതുപോലെ തന്നെ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിൾ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകൾ ആഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറക്കും തടികളുടെ ആ ഒരു പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്തൊന്ന് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് മുകളിലൊന്ന് പ്ലേ ചെയ്യാൻ പറ്റിയാൽ ആ ഒരു പാട്ടൊന്ന് പ്ലേ ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകൾ ആഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതേ മുകളിൽ ഇങ്ങനെ റേഡിയോയുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ ബട്ടൺ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വേറെ പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് നമുക്ക് അടുത്ത പാട്ട് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗെയിം തുറക്കുമ്പോൾ ഈ ഒരു ലുക്ക് വരും. അപ്പോൾ ഒരു ഗാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഗാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നാലാമത്തെ ഒരു ഐക്കൺ, അതായത് മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ കാണാം. അപ്പോൾ ഇതേപോലെ റേഡിയോയും മ്യൂസിക്കും വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള പാട്ട് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മ്യൂസിക് എന്ന് പറഞ്ഞ ഈ ഒരു ഐക്കൺ ജസ്റ്റ് ഈ റേഡിയോയുടെ തൊട്ടപ്പുറത്ത് മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്ത പാട്ടുകളാണ് ഇവിടെ കാണുന്നത്. പറക്കും തളികളുടെ പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരോൾ ഓഫ് ദ ബെൽസ് അങ്ങനെ ആ ഒരു ട്യൂണില്ല അത് സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഏഡ് പ്ലേലിസ്റ്റ് ഉണ്ട്, ഏഡ് ട്രാക്ക് ഉണ്ട്. അപ്പോൾ ആഡ് ട്രാക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ഡിവൈസ് ഗാലറി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പോൾ അതെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് സൈഡിൽ ഈ ഐക്കണാമത്തതിന് ശേഷം ഓഡിയോയുടെ ഓപ്ഷൻ ഉണ്ടാവും. ഓഡിയോ എടുക്കുക. അവിടെ അൺനോൺ എടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാട്ടുകളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ട് നമുക്ക് നമ്മുടെ ബസ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ആഡ് ചെയ്ത രണ്ട് പാട്ടുകളാണ് ഈ പറക്കും തളികളുടെ പാട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം. അതിനുശേഷം ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി. നമുക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് പാട്ട് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് അടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബസ് വെച്ചാണ് ആഡ് ചെയ്തെങ്കിൽ നമുക്ക് എല്ലാ ബസ്സിലും നമുക്ക് ആ ഒരു പാട്ട് ആഡ് ചെയ്തത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ മോഡുകളിലും ആ ഒരു പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വേറെ ബസ്സാണിത്, നമ്മുടെ കൊമ്പൻ്റെ കാളിയനാണ്. അപ്പോൾ ജസ്റ്റ് മ്യൂസിക് എടുക്കുമ്പോൾ ഇതേപോലെ പാട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോണേ നേരത്തെ മുകളിൽ റേഡിയോ വരും. അപ്പോൾ അതിൽ ജസ്റ്റ് പ്ലേ ചെയ്താൽ മതി. നെക്സ്റ്റ് വേണമെങ്കിൽ നെക്സ്റ്റ് അടിക്കാം. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടൊക്കെ കേട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ബസ് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകൾ വന്നിരുന്നു ഈ ഒരു സംഭവം. അതായത് നമ്മുടെ ബസ്സിലെ പാട്ട് ആഡ് ചെയ്യാനുള്ള സംഭവം റേഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റേഡിയോയിൽ ഇത് ചാനൽ ഇത് അല്ലെങ്കിൽ ബോട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ സാധാരണ റേഡിയോ സംഭവങ്ങളൊക്കെ ഇല്ല, അതായത് നമ്മുടെ മലയാളം റേഡിയോ അല്ലെങ്കിൽ വേറെ ഇംഗ്ലീഷ് ഇഷ്ടത്തിനനുസരിച്ച് റേഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ പാട്ടും ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ നിർത്തിയ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ലൈക്ക് അതിന് നോട്ടിഫിക്കേഷൻ എവിടെ എന്തെങ്കിലും സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.